പറയുമ്പോ തന്നെ ഇവര് പറയണ്ട് നിങ്ങൾ എല്ലാ കുറ്റക്കാര്. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് സംഗതി പറയും, ഒരു സംഗതി പറഞ്ഞില്ല. നിങ്ങള് എടുത്ത തുണിയില് പിന്നെ ഒരു സ്വർണ്ണം കുടുങ്ങിക്കണേന്ന്. അപ്പൊ ഞാൻ എത്രയെന്ന് അല്ല കുറച്ച് സ്വർണ്ണം അത് നമുക്ക് സംസാരിക്കാം. ഞാൻ പറയാം എത്രയെന്ന് വെച്ചപ്പോ പോകുന്നവരോ എന്റെ കൈ വാങ്ങി. 7 പവനല്ലേ പോയത്. ഞങ്ങൾ തെറ്റുകാരല്ല, പക്ഷെ ഒരു തന്നെ ഞങ്ങൾ അതേപറ്റി വാങ്ങിപ്പോയി. പക്ഷെ അത് എങ്ങനെയെങ്കിലും കിട്ടണേന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥന. ഡ്രൈവർമാരൊരു മുടുക്ക കൊണ്ടും മൂപ്പരൊരു ഭാഗ്യം കൊണ്ടും അത് കിട്ടി. അതൊരു ഭാഗ്യം കൊണ്ടോ ഞങ്ങൾ നിമിത്തായെന്നുള്ളൂ. നമസ്കാരം. കള്ളന്മാരെ പേടിച്ച് പണവും ആഭരണങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു പതിവ് നമ്മളിൽ പലർക്കും ഉണ്ട്. കോഴിക്കോട് പയ്യാനക്കൽ സ്വദേശിയായ അബ്ദുൽ സലാമും ഇത്തരത്തിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന 7 പവൻ സ്വർണം കള്ളന്മാരെ പേടിച്ചാണ് തുണിയിൽ പൊതിഞ്ഞ് അലമാരയിൽ വെച്ചത്. എന്നാൽ ഭാര്യ സാബിറയാവട്ടെ ഇതൊന്നും അറിയാതെ പഴയ തുണി എടുത്തുകൊണ്ട് ഹരിതകർമ്മസേനക്കാർക്ക് കൊടുക്കുകയും ചെയ്തു. ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴാണ് സ്വർണം നഷ്ടപ്പെട്ട വിവരം അബ്ദുൽ സലാം അറിയുന്നത്. ഇനി എന്ത് ചെയ്യും? അബ്ദുൽ സലാം ഉടനെ തന്നെ ഹരിതകർമ്മസേനക്കാരുമായി ബന്ധപ്പെടുന്നു. ഹരിതകർമ്മസേനക്കാർ മണിക്കൂറുകളോളം തിരഞ്ഞ് ആ നഷ്ടപ്പെട്ട സ്വർണം അതിന്റെ ഉടമസ്ഥന് തിരികെ എത്തിച്ചിരിക്കുകയാണ്. എന്ത് തന്നെയായാലും നമുക്ക് എല്ലാവർക്കും മാതൃകയായ ആ ഹരിതകർമ്മ സേനാംഗങ്ങളെയാണ് ഇന്ന് മറുനാടൻ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. ഇപ്പോ ഇത് എങ്ങനെയാണ് ഈ ഒരു ആഭരണം ഇതിന്റെ കുടുങ്ങിയ കാര്യം അറിയും? ഇത് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ എൻ്റെ സുഹൃത്തായിട്ടുള്ള മുരളിയേട്ടൻ്റെ തൊട്ടടുത്ത് അയാളാണ് എന്നെ വിളിച്ചിട്ട് പറയുമ്പോ തന്നെ ഇവര് പറയണ്ട് നിങ്ങൾ എല്ലാ കുറ്റക്കാര്. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് സംഗതി പറയും, ഒരു സംഗതി പറഞ്ഞില്ല. അതിന്റെ മുന്നേ പറഞ്ഞ് നിങ്ങൾ പ്രയാസപ്പെടരുത്, പിന്നെ എന്തായാലും നിങ്ങൾക്ക് ടെൻഷൻ ആവരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചപ്പോ ഇവര് പറഞ്ഞ് നിങ്ങള് എടുത്ത തുണിയില് പിന്നെ ഒരു സ്വർണ്ണം കുടുങ്ങിക്കണേന്ന്. അപ്പൊ ഞാൻ എത്രയെന്ന് അല്ല കുറച്ച് സ്വർണ്ണം അത് നമുക്ക് സംസാരിക്കാം. ഞാൻ പറയാം എത്രയെന്ന് വെച്ചപ്പോ പോകുന്നവരോ എന്റെ കൈ വാങ്ങി. അപ്പൊ എനിക്ക് നടക്കാന്ന് കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ ഒരു വണ്ടി വിളിച്ചിട്ട് ഇവര് വർക്ക് ചെയ്യണ്ടേന് ഇവിടെ തൊട്ട മില്ലത്ത് കോളനി ആവാത്ത്. അപ്പൊ അവിടെ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഓരും കൂട്ടിയിട്ട് ആ വീട്ടിലേക്ക് നടന്നു പോയി. അവിടുന്ന് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം വളരെ കൂളായിട്ട് നമ്മളോട് സംസാരിച്ച് അത് ഞാൻ അങ്ങനെ വെച്ചതിന് നമുക്ക് കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോന്ന് ചോദിച്ചേ. നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞ അപ്പൊ വൈജു സാറിനെ വിളിച്ച് വൈജു സാറ് അത് എത്രയും പെട്ടെന്ന് പോയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ സിംലനെ വിളിച്ച് സിംലനെ പറഞ്ഞ് ചാവി എവിടെ ഉള്ളത്, ഗോഡൗണിൽ ചാവി ഉണ്ട്, അത് പിന്നെ ഇന്ന ആളെടുത്തുണ്ട്, അത് അവിടുന്ന് വാങ്ങിക്കോളി എന്നൊക്കെ പറഞ്ഞ്. പിന്നെ നമ്മളെ ഹെൽത്തിലെ ഓഫീസർമാര് നമ്മളെ ഹെൽത്തിലെ HI നമ്മൾ പോകുമ്പോൾ തന്നെ വണ്ടി കണ്ടിട്ട് വളരെ ഇതാക്കിയിട്ടാ പറഞ്ഞത്. അതൊക്കെ വളരെ നമുക്ക് പിന്നെ എന്താണ് എനർജി കൂടിയുണ്ട്. അതുകൊണ്ട് ക്ലിയറായി കിട്ടി. അയാളെന്തോ നല്ല കാര്യം ചെയ്തതിന്റെ ഭാഗമായിട്ട് ശരിക്കും പറഞ്ഞാൽ അതിൽ അവിടെ ഉണ്ടാവും. അത് പിന്നെ കയറി പോവാണെങ്കിൽ കിട്ടില്ല. അത് കുറെ ലോഡ് കയറ്റി പോയിട്ടുണ്ട്. കുറച്ച് ആളുകൾ അവിടെ തിരിഞ്ഞിട്ടുണ്ട്. പല ഭാഗത്തും പല ആളുകളും കൊണ്ടിട്ട് പിന്നെ നമ്മളെ ആളുകൾ പിന്നെ ഒരു കൃത്യനിഷ്ഠത ചെയ്തതിനെ കൊണ്ട് പിന്നെ കൊണ്ടുവെക്കുന്നത് ഒരു ഫോട്ടോ എടുക്കുന്നതും വെക്കുന്നതൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചതിനെ കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് സ്ഥലം കണ്ടെത്താനായി. അതുകൊണ്ട് വളരെ എളുപ്പമായി എന്നുള്ള പറയാം. എന്നാലും 4-5 മണിക്കൂർ അതിന്റെ മുകളിൽ കടൽ പോലെ എടുക്കില്ലേ പ്ലാസ്റ്റിക്, അപ്പൊ അതിന്റെ ഭാഗമായിട്ടായി കിട്ടി. ചേച്ചി, ഇപ്പൊ സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് ഈ കളഞ്ഞു കിട്ടിയ സ്വർണം തിരിച്ചു കൊടുത്തു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതുപോലൊരു അനുഭവം നിങ്ങൾക്ക് അത് 7 വന്നു പറയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുണ്ട്. എന്തായിരുന്നു തോന്നിയത്? ഞങ്ങൾക്ക് ഫസ്റ്റ് കേട്ടപ്പോ ഒരു എന്താ പറയാ, 7 പവനല്ലേ പോയത്. ഞങ്ങള് അതിന്റെ ഒരു നിമിത്താണോ, ഞങ്ങൾ തെറ്റുകാരല്ല, പക്ഷെ ഒരു തന്നെ ഞങ്ങൾ അതേപറ്റി വാങ്ങിപ്പോയി. പക്ഷെ അത് എങ്ങനെയെങ്കിലും കിട്ടണേന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്തായാലും അത് കിട്ടണം. എന്താ വെച്ചാൽ ആ ഒരു കാക്കനെ കണ്ടപ്പോ അതും ഒരു പാവം. അങ്ങനെ ഒരെണ്ണം ഞങ്ങൾ കൊണ്ടുപോയി ഓരോ വണ്ടി തന്നെ ഞങ്ങൾ പോയതും. പക്ഷെ അതേപോലെ 4-5 മണിക്കൂർ തെരഞ്ഞ് എങ്ങനെയെങ്കിലും ഞങ്ങൾ ഡ്രൈവർമാരൊരു മിടുക്ക് കൊണ്ടും മാത്രമാണ് ഞങ്ങൾ അതേ പറയുള്ളൂ. ഡ്രൈവർമാരൊരു മിടുക്ക് കൊണ്ടും മൂപ്പരൊരു ഭാഗ്യം കൊണ്ടും അത് കിട്ടി. ഇത് സ്വർണ്ണമൊക്കെ എടുത്തു കൊടുത്തതിന് ശേഷം എന്താണ് നാട്ടുകാരൊക്കെ ഒരു പ്രതികരണം? കള്ള അറിഞ്ഞു വരുന്നുണ്ട് നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്. നല്ല ഇതായി നല്ലതാ ചെയ്തത് ഒരു അഭിനന്ദനം കിട്ടുന്നുണ്ട്. ഒരു സ്വീകരണമൊക്കെ നാട്ടിൽ നാളെ ഒരു സ്വീകരണം ഏർപ്പാടാക്കിയിട്ടുണ്ട്. വീട്ടുകാർക്കായാലും നല്ല സന്തോഷം. അതൊരു ഭാഗ്യം കൊണ്ടോ ഞങ്ങൾ നിമിത്തായെന്നുള്ളൂ. അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അത്രേ ഉള്ളൂ. 7 പവൻ എന്ന് പറയുമ്പോൾ ഇന്നത്തെ വിപണി മൂല്യം അനുസരിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ മുതലാണത്. അബ്ദുൽ സലാമിന്റെ ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് തിരിച്ചു ലഭിച്ചത് എന്നാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ പോലും അഭിപ്രായപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ചെറിയൊരു മുന്നറിയിപ്പും അവർ നമ്മൾ പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട്. ഇത്തരത്തിൽ സാധനങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുന്ന നല്ലതാണ്. നഷ്ടപ്പെട്ടതിന് ശേഷം ആ പാവങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ അബ്ദുൽ സലാമിന്റെ കാര്യം തന്നെ എടുത്താൽ ഏതാണ്ട് 1 മാസത്തിന് ശേഷമാണ് സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ട കാര്യം അദ്ദേഹം പോലും അറിയുന്നത്. ഒടുവിൽ ആ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിന്റെ ഫലമായി ആ സ്വർണ്ണാഭരണം തിരിച്ചു കിട്ടി.
അപ്പോഴും ഇവർ പറയുന്നത് തങ്ങൾ അതിന് നിമിത്തമായി അദ്ദേഹം ചെയ്ത എന്തോ മുജന്മ സുഹൃതം കൊണ്ടായിരിക്കാം അത് തിരിച്ചു കിട്ടിയത്. സാധാരണഗതിയിൽ ഒരു മാസം ഒന്നും അങ്ങനെ ഇത്തരത്തിൽ ഈ ശേഖരിച്ചു വെക്കുന്ന വസ്തുക്കൾ അവിടെ സൂക്ഷിക്കുന്ന പതിവില്ല. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കണം അങ്ങനെ വെച്ചത്. എന്തൊക്കെയായാലും അബ്ദുൽ സലാമിന് ആ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു കിട്ടിയെന്നുള്ളതാണ്. ഇവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നമ്മൾ എല്ലാവരും മാതൃകയാക്കേണ്ടത്. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ മലയാളി.